വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2024 ഹിസ്റ്ററിയിൽ ചോദിച്ച പുതുമയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 2024 ഒത്തിരി PSC എക്സാംസ് നടന്നു. അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം സെയിം ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് നവോത്ഥാനം, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 1857 റിവോൾട്ട്, ഈ ഏരിയയിൽ നിന്നൊക്കെ എന്താണ് സ്ഥിരം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. അതിൽ നിന്നൊക്കെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ് അല്ലെ. പാലക്കാട്. ഇത് എവിടെയാണ്? പാലക്കാട് ഒലവങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒലവങ്കോട് അകത്തറ എന്ന് പറയുന്ന ഏരിയയിലാണ് ഗാന്ധിജിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ സബർമതി ആശ്രമം എന്നും കൂടി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ കേരള സബർമതി ആശ്രമം എന്നും കൂടി എന്തിനെ വിശേഷിപ്പിക്കുന്നുണ്ട്? ഈ ശബരി ആശ്രമത്തിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഗാന്ധിജി സന്ദർശനം എന്ന് പറയുമ്പോൾ ഗാന്ധിജി 3 വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആശ്രമത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതായത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഹരിജൻ ഫണ്ട് ശേഖരണവും കേരള പര്യടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3 തവണ കേരളം സന്ദർശിച്ചപ്പോൾ ഈ ആശ്രമത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഏതൊക്കെ കാലഘട്ടത്തിലാണ്, ഏതൊക്കെ സമയത്താണ് ഗാന്ധിജി വന്നത്? വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഹരിജൻ ഫണ്ട് ശേഖരണം, ദക്ഷിണേന്ത്യൻ ഒരു പര്യടനം. അങ്ങനെ 3 സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ഗാന്ധിജി വന്നപ്പോൾ ഈ ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏത് എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. EV രാമസ്വാമി നായ്ക്കർ എന്ന് പറഞ്ഞ ഒരു ദേശീയ നേതാവാണ്, ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ നവോത്ഥാന നേതാവും ഒക്കെ തന്നെയാണ്. ഗാന്ധിജിയോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരാളാണ് അല്ലെ. അപ്പോൾ ആരായിരിക്കാം അല്ലെങ്കിൽ ഏത് സത്യാഗ്രഹവുമായിട്ടാണ് നമുക്ക് EV രാമസ്വാമി നായ്ക്കിനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. എന്തായിരുന്നു EV രാമസ്വാമി നായ്ക്കരുടെ കോൺട്രിബ്യൂഷൻ? അദ്ദേഹം ഒരു ജാഥ നടത്തിയിട്ടുണ്ട് അല്ലെ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എവിടം തൊട്ട് എവിടം വരെയാണ്? മധുരൈ മുതൽ വൈക്കം വരെ അല്ലെ. മധുരൈ ടു വൈക്കം വരെ ഒരു ജാഥ, സവർണ ജാഥ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ആരെ പറയുന്നത്? EV രാമസ്വാമി നായ്ക്കരെ പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഡേറ്റ്, ഏത് വർഷമാണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ചോദിക്കുന്ന ഏരിയ ആണ്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിനെ വൈക്കം വീരൻ എന്നുകൂടി അദ്ദേഹത്തിനെ അറിയപ്പെടുന്നുണ്ട്. വൈക്കം വീരൻ എന്നുകൂടി അദ്ദേഹത്തിനെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 2 വരികളാണ് പുരട്ചി, അതുപോലെ തന്നെ പുരട്ചി വിടുതലൈ. ഇതൊക്കെ നമ്മൾ തമിഴിൽ എപ്പോഴും ഉപയോഗിക്കുന്ന 2 വാക്യങ്ങളാണ്. ഈ വരികളുടെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവിടെ ഒരു സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയാണ്? വൈക്കത്ത് അല്ലെ. വൈക്കത്ത് സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റ് ലീഡേഴ്സിനെയും സവർണ ജാഥ സംഘടിപ്പിച്ചതും, ഇനി അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം എന്ന് മുതൽ ഇന്ന് വരെയാണ്, അതുപോലെ തന്നെ എത്ര ദിവസം നീണ്ടു നിന്നു, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന, PSCക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ PSCക്ക് ആ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസുമായിട്ടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിൽ നിന്ന് ചോദ്യം ചോദിക്കാത്ത ഒറ്റ PSC ക്വസ്റ്റ്യനും ഇല്ല. അതുപോലെ തന്നെയാണ് കേരളത്തിലെ സത്യാഗ്രഹങ്ങൾ, വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അതുപോലെ തന്നെ PSCക്ക് ഇഷ്ടമുള്ള വേറൊരു ഏരിയ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ സമ്മേളനങ്ങൾ, അത് ചോദിക്കാം. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ് ലാഹോർ സമ്മേളനം. അപ്പൊ ഇതിലെ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ശരിയാണ്, അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. അത് ഏതിലാണ്? ലാഹോർ സമ്മേളനത്തിലാണ് അല്ലെ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. അതും ശരിയാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആയിരുന്നോ? സുഭാഷ് ചന്ദ്രബോസ് അല്ല അല്ലെ. അവിടെ ആരായിരുന്നോ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു.
ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കാം ശരിയായിട്ടുള്ള ആൻസർ? 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി എന്തൊക്കെയായിരുന്നു ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരുന്നത്? നമുക്കറിയാം പൂർണ്ണ സ്വരാജാണ് അല്ലെ, പൂർണ്ണ സ്വരാജാണ് അന്തിമ ലക്ഷ്യം. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഇനി വേറെ എന്തൊക്കെ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്? അതുപോലെ തന്നെ 1930 ജനുവരി 26 അല്ലെ, 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചു. ഇനി അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു പതാക ഡിസൈൻ ചെയ്ത് ഗാന്ധിജി അത് ഉയർത്തി അല്ലെ, ചറക്കയോട് കൂടിയ പതാക ഗാന്ധിജി ഉയർത്തി. അത് ഏത് വർഷമാണ് ഉയർത്തിയത്? 1929 ഡിസംബർ 31 ഉയർത്തിയത് അല്ലെ. അപ്പൊ ഈ ഇത്രയും ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഈ ലാഹോർ സമ്മേളനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് ചോദിക്കുന്നത്. അഭിനവ് ഭാരത് സൊസൈറ്റി, BD സവാർക്കർ, ഖദ്ദർ പാർട്ടി, ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യാസേൻ, അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ്. ആരാണ്? അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ് ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുക്കുന്നത് സെമീന്ദാർമാരായിരുന്നു. ശരിയാണ് അല്ലെ. അതായത് എന്താണ്, ഭൂമി സെമീന്ദാർമാർക്കായിട്ട് കൊടുക്കാണ്. കർഷകർ അവിടെ എന്താണ്, കുടിയാന്മാരായിട്ട് മാറാണ് അല്ലെ, കുടിയാന്മാരായിട്ട് മാറാണ്. അതുപോലെ തന്നെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥനായിട്ട് സെമീന്ദാർ മാറി. ഇനി അതുപോലെ തന്നെ അവിടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലെ വേറൊരു പ്രത്യേകത എന്താണ്, നികുതി ക്യാഷ് ആയിട്ട് കൊടുക്കണം അല്ലെ, പണമായിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ 60% എന്താണ്, നികുതിയായിട്ട് അടക്കണം. വരുമാനത്തിൽ 60% നികുതിയായിട്ട് അടയ്ക്കണം. ഇതൊക്കെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ഇനി അതുപോലെ തന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലല്ല അല്ലെ, തെറ്റാണ്. എവിടെയൊക്കെയാണ് അത് നടപ്പിലാക്കിയത്? അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ ഇവിടങ്ങളിലായിട്ടാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ കോൾവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ശരിയാണ്, കോൾവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന സമയത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത്? 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി, അപ്പോൾ നമ്മൾ 2024 പുതുമയുള്ള ക്വസ്റ്റ്യൻസുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കറിയാം ഹിസ്റ്ററിയിൽ നിന്ന് ഏതൊക്കെ ഏരിയാസ് ഒക്കെയാണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയാം. ചിലർക്ക് എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ഏരിയ ആയിരിക്കും. കാരണം എന്താണ്, ഡേറ്റുകൾ പഠിക്കണം, അതുപോലെ സംഭവങ്ങൾ പഠിക്കണം. ഇതൊക്കെ എന്തിനാണ് പഠിച്ചിരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് അതിന്റെ ആവശ്യം വരുന്നത് അല്ലെ. ഡേറ്റ് ഒക്കെ അന്നേ തൊട്ടേ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, സംഭവങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാമായിരുന്നു. അപ്പോൾ 2024 പുതുമയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി ഒരു പുതിയ വർഷമാണ് വരുന്നത്, 2025 അല്ലെ. അപ്പോൾ ഈ 2025 പുതിയൊരു തുടക്കമാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2025 പുതിയൊരു തീരുമാനത്തോടു കൂടി തന്നെ തുടങ്ങാം. അതായത് നമുക്ക് ക്രിസ്മസ് ഓഫറൊക്കെ ആയിട്ട്, ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറൊക്കെ ആയിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, ഫയർമാൻ ഡ്രൈവർ, പോലീസ് ഡ്രൈവർ, അതുപോലെ തന്നെ ഡ്രൈവർ കോംബോ ബാച്ച്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ക്ലർക്ക്, PSC ഹൈറിശ്രീ ബിഗിനേഴ്സിനുള്ള ബാച്ചാണ്. അതുപോലെ തന്നെ 10th പ്രിലിംസ്, CPO ഓർ WCPO, ഫയർമാൻ, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയവർക്ക് അപ് ടു 30% വരെ ഓഫർ ഉണ്ട്. അപ്പം മറക്കരുത്, ആ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് അല്ലെങ്കിൽ ഇതിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമ്മുടെ ഈ കോഴ്സുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് PDF നോട്ട്സുകളും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഫീച്ചേഴ്സ്, നമ്മുടെ ആ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതുകൂടാതെ മോഡൽ എക്സാംസുകൾ, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, മെന്റർ ഉണ്ടാകും. മെന്ററിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 2025 ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പുതിയൊരു തീരുമാനം എടുക്കുക. നെക്സ്റ്റ് ആ ഒരു 2025 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ജോലിക്കുള്ള ആ ഒരു തുടക്കമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വപ്ന ജോലിക്കുള്ള ഒരു ചുവടുവയ്പ്പാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക 8590202323. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിക്കുന്നത്. സണ്ണി യാറ്റ്സൺ കുമീന്താങ്, മാവോ സേതുങ് ലോങ് മാർച്ച്, മുസോളിനി റെഡ് ഷർട്ട്. ഏതാണ് ശരിയായ ജോഡി? സണ്ണി യാറ്റ്സൺ കുമീന്താങ്. കുമീന്താങ് കേട്ടേക്കുന്നത് എവിടെയാണ്? ചൈനീസിലെ തന്നെയാണ് അല്ലെ, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ മാവോ സേതുങ്ങും എവിടെയാണ്? ലോങ് മാർച്ച്. ഇതും എന്താണ്? ചൈന. നമുക്ക് പേരൊക്കെ കേട്ടാലും അറിയാം അല്ലെ, ചൈന. ഇനി മുസോളിനി ഏതാണ്? മുസോളിനി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടല്ല അല്ലെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം, 3 അല്ല. അപ്പൊ ഏതായിരിക്കാം ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി, 1ഉം 2ഉമാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദളവയാണ്, നമുക്കറിയാം, കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ. ഇനി അതുപോലെ തന്നെ കുണ്ടറ വിളംബരം, അത് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട, ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ശരിയാണോ? അല്ല അല്ലെ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ, മാർത്താണ്ഡവർമ്മ. അപ്പൊ ഏതായിരിക്കാം അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്? 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട് പഴശ്ശിരാജ, ഇതൊക്കെ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ മീൻ ചൂയി നടപ്പിലാക്കി ഭരണാധികാരി ആര് എന്നാണ് ചോദിക്കുന്നത്. സാൻ മീൻ ചൂയി. സാൻ മീൻ ചൂയി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നാഷണലിസം, ഡെമോക്രസി, വെൽഫെയർ, ഇതാണ് സാൻ മീൻ ചൂയി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ആരായിരിക്കാം? സണ്ണി യാറ്റ്സൺ ആണ് അല്ലെ, സണ്ണി യാറ്റ്സൺ ആണ്. ഇത് നമുക്കറിയാം ചൈനയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിലുള്ള 3 തത്വങ്ങളായിട്ടുള്ള സാൻ മീൻ ചൂയി നടപ്പിലാക്കിയ ഭരണാധികാരി സണ്ണി യാറ്റ്സൺ ആണ്. എന്താണ് സാൻ മീൻ ചൂയി എന്ന് ഓർത്ത് വയ്ക്കുക? നാഷണലിസം, ഡെമോക്രസി, വെൽഫെയർ, ഇതാണ് സാൻ മീൻ ചൂയി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, നമുക്കറിയാം ഏതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി, ബാസ്റ്റൈൽ ജയിലിന്റെ പതനം, ഫിലാഡൽഫിയ കോൺഗ്രസ്. ഏതായിരിക്കും അതിനകത്ത് ആൻസർ ആയിട്ട് വരിക? 1ഉം 3ഉമാണ് അല്ലെ, 1ഉം 3ഉമാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതുപോലെ തന്നെ ബാസ്റ്റൈൽ ജയിലിന്റെ പതനം. ഇത് 3ഉമാണ് എന്ത്? ഇത് 2ഉമാണ് എന്ത് വരുന്നത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി അറിയാം നമുക്ക്, തേയില അല്ലെ, തേയില കടലിൽ മുക്കുന്ന ആ ഒരു ഷിപ്പ് മുക്കിയ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കയിലെ അമേരിക്കൻ വിപ്ലവവും ശേഷവും മുൻപ് നടന്ന ഫിലാഡൽഫിയ കോൺഗ്രസ് എന്താണെന്ന് അറിയാം. അതായത് അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ റവല്യൂഷനിലെ മുൻപും പിൻപും നടന്ന കോണ്ടിനെന്റൽ കോൺഗ്രസുകളാണ് ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആ ഒരു വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഏരിയയാണ് ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ അമേരിക്കൻ റവല്യൂഷൻ, ചൈനീസ് വിപ്ലവമൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടേക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളാണ്. അതിപ്പോൾ LGSനായാലും അതുപോലെ തന്നെ മറ്റ് PSC എക്സാംസിനൊക്കെ ആയാലും 10th പ്രിലിംസിനൊക്കെ ആയാലും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇത് എന്താണ്, ഒരു പ്രസ്താവന രീതിയിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. ശരിയാണോ? ശരിയാണ് അല്ലെ. ഇനി കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു? അല്ല അല്ലെ, തീവ്രവാദി നേതാവായിരുന്നില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവായിരുന്നു, ഒരു മിതവാദിയായിരുന്നു അല്ലെ. ഇനി 3 തവണ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഉണ്ട് അല്ലെ, 3 തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇനി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രൂപീകരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഏതായിരിക്കും അതിനകത്ത് ആൻസർ? 1ഉം 3ഉം 4ഉമാണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പൊ ദാദാഭായ് നവറോജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ലീഡേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഗാന്ധിജി തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു. അപ്പോൾ അങ്ങനെ ഒത്തിരി വരുന്ന നേതാക്കന്മാരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഏരിയാസുകൾ പഠിക്കണം അല്ലെ. ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്.
ഇനി അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു കൃതിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രെയിൻ തിയറി ഒക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയാസുകൾ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പദം അല്ലെങ്കിൽ അതിന് ആ ഒരു പേര് കിട്ടിയത് അല്ലെങ്കിൽ ആ ഒരു പദം സ്വീകരിച്ചത് അല്ലെങ്കിൽ ആ ഒരു പദം കൊണ്ടുവന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി അതുപോലെ തന്നെ സ്വരാജ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇത്രയാണ് നമുക്ക് പുതുമയുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയല്ല, ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ പല 2024 ക്വസ്റ്റ്യൻസുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ക്വസ്റ്റ്യൻസുകൾ ഏത് ഏരിയയിൽ നിന്നൊക്കെ. എല്ലാം തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിം ഏരിയയിൽ നിന്നൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2025 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ തീരുമാനത്തോടു കൂടി നല്ലൊരു തുടക്കമാകട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.